രാധ ഞാൻ രാധ കണ്ണനെ മറക്കാത്ത രാധ. രാധ ഞാൻ രാധ കണ്ണനെ മറക്കാത്ത രാധ. വൃന്ദാവനം നീ മറന്നോ, മധുരയെ നീ മറന്നോ. വൃന്ദാവനം നീ മറന്നോ, മധുരയെ നീ മറന്നോ. രാധയെ നീ മറന്നോ, കണ്ണാ പൈക്കളെ നീ മറന്നോ. രാധയെ നീ മറന്നോ, കണ്ണാ പൈക്കളെ നീ മറന്നോ. രാധ 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 മറന്നിട്ടും മറക്കാത്ത രാധ. മറന്നിട്ടും മറക്കാത്ത രാധ. രാധേ 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 മറന്നിട്ടും മറക്കാത്ത രാധ. മറന്നിട്ടും മറക്കാത്ത രാധ. രാധ ഞാൻ രാധ കണ്ണനെ മറക്കാത്ത രാധ. രാധ ഞാൻ രാധ കണ്ണനെ മറക്കാത്ത രാധ. വൃന്ദാവനം നീ മറന്നോ, മധുരയെ നീ മറന്നോ. വൃന്ദാവനം നീ മറന്നോ, മധുരയെ നീ മറന്നോ. രാധേ രാധേ ഓ രാധേ 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 ഓ രാധേ 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 ഓ രാധേ 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 ഓ രാധേ രാധേ. രാധേ രാധേ എന്ന ചാനലിലേക്ക് എല്ലാ പ്രേക്ഷകർക്കും സ്വാഗതം. ഇന്ന് നമുക്ക് നാരായണീയമാണ്. 26ാമത്തെ എപ്പിസോഡാണ്. ഇതിനു മുമ്പുള്ള എപ്പിസോഡ് നിങ്ങൾക്ക് പ്ലേലിസ്റ്റിൽ കിട്ടും. പിന്നെ നമ്മുടെ വീഡിയോ രാധേ രാധേ ചാനലിൽ എന്തൊക്കെ ഉണ്ടെന്ന് പ്രത്യേകം ഒരു വീഡിയോ ആയിട്ട് ആ തുടക്കത്തിൽ തന്നെ ഞാൻ കൊടുത്തിട്ടുണ്ട്. എങ്കിലും സ്പോക്കൺ ഇംഗ്ലീഷ് ഉണ്ട്, അത് ആവശ്യമുള്ളവർ നോക്കിക്കൊള്ളണം. അതേ കണക്ക് തന്നെ ജ്യോതിഷമുണ്ട്. ജ്യോതിഷത്തിൽ ഓരോ മാസത്തിൽ ജനിച്ചവരുടെ ഫലം, നക്ഷത്രത്തിൽ ജനിച്ചവരുടെ ഫലം. എന്തെങ്കിലും സംശയമുള്ളവർ എൻ്റെ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ നമ്പറുണ്ട് 9645333999. അതിലേക്ക് വിളിച്ചാൽ മതി. തികച്ചും സൗജന്യമായിരിക്കും. അപ്പം നമുക്ക് ഒരു കാര്യം ചെയ്യാം, പ്രാർത്ഥിച്ചിട്ട് തുടങ്ങാം. ഓം മഹാഗണപതയേ നമഃ. ഓം ശ്രീ രാധാകൃഷ്ണായ നമഃ. ഓം രാധായേ സ്വാഹ. രാധേ രാധേ ഓ രാധേ 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 ഓ രാധേ രാധേ. ബർസാനെ വാലി രാധാറാണി കി ജയ്. എൻ്റെ മാതാവ് രാധാറാണി കി ജയ്. എനിക്ക് സർവ്വ ഐശ്വര്യങ്ങളും വാരിക്കോരിത്തരുന്ന എൻ്റെ പൊന്ന് രാധാറാണിയമ്മ കി ജയ്. എനിക്ക് രോഗങ്ങൾ വരാതെ കാത്തുരക്ഷിക്കുന്ന എൻ്റെ പൊന്ന് രാധാറാണിയമ്മ കി ജയ്. എന്നെ സർവ്വ പാപങ്ങളിൽ നിന്നും മോചിപ്പിക്കുന്ന രാധാറാണിയമ്മ
കി ജയ്. എനിക്ക് ഈ നാരായണീയം 26 എപ്പിസോഡ് വരെ കൊണ്ടെത്തിക്കാൻ ആരോഗ്യ സൗഖ്യം തന്ന എൻ്റെ പൊന്നു രാധാറാണി അമ്മക്ക് ജയ്. നാരായണീയം 26ാമത്തെ എപ്പിസോഡിലേക്ക് സ്വാഗതം. മൂന്നാം ദശകത്തിൽ 6ാമത്തെ ശ്ലോകമാണ്. അത് കണ്ണൂരുള്ള അനാമിക നേരത്തെയും പാടിയിട്ടുണ്ട്. കണ്ണൂരുള്ള അനാമിക വളരെ മനോഹരമായി പാടുന്നു. നിങ്ങളത് കേട്ടാലും അതിനുശേഷം ഞാനത് പഠിപ്പിച്ചു തരുന്നതായിരിക്കും. നമസ്തേ. ശ്ലോകം 6. ഭവദ്ഭക്തിസ്താവത് പ്രമുഖമധുരാ ത്വദ്ഗുണരസാത് കിമപ്യാരൂഢാ ചേദഖില പരിതാപപ്രശമനീ പുനശ്ചാന്ദേ സ്വാന്തേ വിമല പരിബോധോദയമിളത് മഹാനന്ദാദ്വൈതം ദിശതി കിമത പ്രാപ്യമപരം. അപ്പോൾ അനാമിക പാടിയത് കേട്ടല്ലോ. ഇനി ശ്രദ്ധിച്ചു കേട്ടോ. ഭവത് ഭക്തിസ്താവത് പ്രമുഖ മധുരാ ത്വദ്ഗുണരസാത് കിമപ്യാരൂഢാ ചേദഖില പരിതാപപ്രശമനീ പുനശ്ചാന്തേ സ്വാന്തേ വിമല പരിബോധോദയമിളൻ മഹാനന്ദാദ്വൈതം. അദ്വൈതമാണ്. മഹാനന്ദാദ്വൈതം ദിശതി കിമത പ്രാർത്ഥ്യമപരം. അർത്ഥം എഴുതിക്കോ. ഭവത് ഭക്തി സമം അങ്ങയിലുള്ള ഭക്തി. ഭവത് ഭക്തി സമം അങ്ങയിലുള്ള ഭക്തി. താവത് ബുക്കിലത് സ്ഥാവത് എന്ന് കിടക്കും. അത് ചേർത്ത് എഴുതുമ്പോഴാണ് സാ ചന്ദ്രകല സ്ഥാവത്ത് എന്ന് വരുന്നത്. അർത്ഥം താവത്. നിങ്ങൾക്ക് മനസ്സിലാകാൻ വേണമെങ്കിൽ സ്ഥാവത്ത് എന്നും കൂടെ എഴുതിക്കോ. അതായത് താവത് എന്നെഴുതി ബ്രാക്കറ്റിൽ സ്ഥാവത്. അർത്ഥം അങ്ങയിലുള്ള. അടുത്തത് പ്രമുഖ മധുര. അർത്ഥം തുടക്കത്തിൽ തന്നെ മധുരമായത്. ഇനി രണ്ടാമതൊരർത്ഥവും കൂടെ പറയാം. മാധുര്യമുള്ളവയിൽ പ്രധാനപ്പെട്ടത്. അങ്ങനെ രണ്ടർത്ഥമുണ്ട്. മാധുര്യമുള്ളവയിൽ പ്രധാനപ്പെട്ടത്. ത്വദ്ഗുണരസാത്. അർത്ഥം അതിൻ്റെ ഗുണരസം കൊണ്ട്. ഇനി അടുത്ത രണ്ടാമത്തെ വരി. കിമപ്യാരൂഢ. അത് പിരിച്ചെടുത്ത് അപ്പം നല്ലപോലെ മനസ്സിലാവും. കിം അധികം അപി അധികം ആരൂഢ. കിം അധികം അപി അധികം ആരൂഢ. അർത്ഥം എഴുതിക്കോ. കുറച്ചുകൂടി വളർന്നിരുന്നെങ്കിൽ. ഇനി ഒരർത്ഥവും കൂടെ ഉണ്ട്. കുറച്ചൊന്ന് ഉറച്ചു കഴിഞ്ഞാൽ. ഭക്തിയെക്കുറിച്ചാണ്. കുറച്ചൊന്ന് ഉറച്ചു കഴിഞ്ഞാൽ. അടുത്തത് ചേദഖില. എല്ലാം അഖിലമായിട്ടുള്ളതെല്ലാം. പരിതാപ. അർത്ഥം എഴുത് ദുഃഖം. ദുഃഖം. പ്രശമനി ഇല്ലാതാക്കുന്നത്. ഇനി ചേർത്തെഴുത്. ചേദഖില പരിതാപ പ്രശമനി. അർത്ഥം എല്ലാ ദുഃഖങ്ങളെയും ഇല്ലാതാക്കുന്നതാണ്. ഇനി മൂന്നാമത്തെ വരി. പുനശ്ചാന്തേ. അർത്ഥം എഴുത്. പുന അധികം ച അധികം അന്തേ. പുന അധികം ച അധികം അന്തേ. അർത്ഥം പിന്നെ അവസാനത്തിൽ. അന്തേ അവസാനത്തിൽ. സ്വാന്തേ പിരിച്ചെടുത്ത്. സ്വ അധികം അന്തേ. സ്വന്തം. അന്തേ മനസ്സിൽ. അപ്പൊ സ്വാന്തേ സ്വന്തം മനസ്സിൽ. സ്വാന്തേ അർത്ഥം എഴുതിക്കോ. സ്വന്തം മനസ്സിൽ. വിമലം പരിശുദ്ധം. പരിബോധം ജ്ഞാനം, അറിവ്. പരിബോധത്തിന്റെ അർത്ഥം ജ്ഞാനം അല്ലെങ്കിൽ അറിവ്.
ഉദയം ഉദയം ഉണ്ടാകുന്നു. ഉദയം ഉണ്ടാകുന്നു. ഉദയമിള ഉദയമിള അർത്ഥം എഴുത്. ഉദയം കൊണ്ടുണ്ടാകുന്നു. ഉദയം കൊണ്ട് ഉണ്ടാകുന്നു. ഇനി നാലാമത്തെ വരി മഹാനന്ദ മഹാനന്ദ അർത്ഥം മഹത്തായ ആനന്ദം. അദ്വൈതം രണ്ടല്ല ഒന്ന്. അതാണ് ദ്വൈതം രണ്ട്. രണ്ടല്ലാത്തതാണ് അദ്വൈതം. ഒന്ന് നമ്മളും പരമാത്മാവും ഒന്നെന്ന് പറയുന്നതാണ് അദ്വൈതം. നമ്മളും പരമാത്മാവും രണ്ടെന്ന് പറയുന്നതാണ് ദ്വൈതം. പിന്നെ ദിശതി ദിശതി അർത്ഥം എഴുത് നൽകുന്നതായും. ദിശതി നൽകുന്നതായും. കിമതം കിമതം മറ്റെന്താണ്. കിമതം മറ്റെന്താണ്. പ്രാർത്ഥ്യമപരം പ്രാർത്ഥ്യമപരം ഇതിലധികം എന്താണ്. ഇതിലധികം എന്താണ് പ്രാർത്ഥിക്കപ്പെടേണ്ടത്. ഇതിലധികം എന്താണ് പ്രാർത്ഥിക്കപ്പെടേണ്ടത്. ഇനി ഈ 4 വരിയുടെയും കൂടെ മൊത്തത്തിലൊരർത്ഥം പറഞ്ഞു തന്നിട്ട് നമുക്ക് ഓരോ വരിയും പ്രത്യേകം നോക്കാം. അങ്ങയിലുള്ള ഭക്തി ഒന്ന് മാത്രമേ. ആരിൽ? സാക്ഷാൽ ഗുരുവായൂരപ്പനിലുള്ള ഭക്തി ഒന്ന് മാത്രമേ തുടക്കം മുതൽ തന്നെ മധുരമായിട്ടുള്ളൂ. അങ്ങയുടെ ഗുണങ്ങളിലുള്ള രസം കൊണ്ട് ആ ഭക്തി വർദ്ധിച്ചു വർദ്ധിച്ചു വരുന്നു. ആ ഭക്തി കുറച്ചൊന്ന് വളർച്ച പ്രാപിച്ച് അതൊന്ന് ഉറച്ചു കഴിഞ്ഞാൽ പിന്നെ നമ്മുടെ സകല സങ്കടങ്ങളെയും അത് ഇല്ലാതാക്കി തരും. മനുഷ്യൻ എന്തൊക്കെ സങ്കടമുണ്ടോ അതിനെ മുഴുവനും ഇല്ലാതാക്കി തരും. അപ്പോൾ ഭഗവാൻ ശ്രീകൃഷ്ണനിൽ ഭക്തി ഉറയ്ക്കണം. ആ ഭക്തി അത്യധികം മധുരതരമാണ്. തുടക്കം മുതലേ മധുരതരമാണ്. ഏതെന്ന് പറയുന്നത് ഭഗവാൻ ശ്രീകൃഷ്ണനിലുള്ള ഭക്തി. അത് ഭഗവാനിലുള്ള ഗുണങ്ങളുടെ രസം കൊണ്ട് കൂടി വരും. ആ ഭക്തി ഒന്ന് ഉറച്ചു കഴിഞ്ഞു പോയാൽ പിന്നെ നമ്മളെ സംബന്ധിച്ചിടത്തോളം നമ്മുടെ എല്ലാ സങ്കടങ്ങളും ഇല്ലാതായി തീരും. അങ്ങനെ ഭക്തിയുടെ ക്ലൈമാക്സിലെത്തും, പാരമ്യത്തിലെത്തും. അതോടുകൂടി നമ്മുടെ മനസ്സിൽ പരിശുദ്ധമായ ജ്ഞാനം ഉദിക്കും. അതിൻ്റെ ഫലമായിട്ട് നമ്മുടെ ഹൃദയത്തിൽ പരമാനന്ദം ഉണ്ടാകും. ഭഗവാൻ ശ്രീകൃഷ്ണനോടുള്ള ഭക്തി അതിൻ്റെ പരമോന്നതിയിലെത്തിക്കഴിയുന്നതോടുകൂടി നമുക്ക് ശുദ്ധമായ ജ്ഞാനമുണ്ടാകും. അതിൻ്റെ ഫലമായി നമുക്ക് പരമാനന്ദമുണ്ടാകും. അതോടെ ഈ പരബ്രഹ്മവും നമ്മളും രണ്ടല്ല ഒന്നാണെന്ന സത്യം നമുക്ക് മനസ്സിലാക്കാൻ കഴിയും. അങ്ങനെ പരബ്രഹ്മാനന്ദം അനുഭവിക്കാൻ കഴിയും. ഈ ലോകത്തിൽ ഇതിലപ്പുറം എന്താണ് നമുക്ക് വേണ്ടതെന്നാണ് ഭട്ടതിരിപ്പാട് പറയുന്നത്. ഇതാണ് ഇതിൻ്റെ മൊത്തത്തിലുള്ള അർത്ഥം. ഇനി നമുക്ക് ഓരോ വരി എടുത്ത് നമുക്ക് പരിശോധിക്കാം. ഇനി നമുക്ക് ഒന്നാമത്തെ വരി നോക്കാം. നോക്കേ. ഭവത് ഭക്തി സ്ഥാവത് പ്രമുഖ മധുര ത്വദ്ഗുണരസ. ഭവത് ഭക്തി അങ്ങയിലുള്ള ഭക്തിയാകട്ടെ. താവത് എന്ന് വെച്ചാൽ സ്ഥാവത് അങ്ങയിലുള്ള. പ്രമുഖം മധുര പ്രമുഖം മധുര തുടക്കം തൊട്ട് തന്നെ മധുരമായതും. അല്ലെങ്കിൽ മധുരമായിട്ടുള്ളത് എന്തൊക്കെയാണോ ഈ ഭൂമിയിലുള്ളത് അതിനകത്ത് വെച്ച് ഏറ്റവും പ്രധാനപ്പെട്ടതും എന്നാണ് അതിൻ്റെ അർത്ഥം. അപ്പോൾ എന്താണ് ഈ ശ്ലോകത്തിൻ്റെ അർത്ഥം? ഈ വരിയുടെ അർത്ഥം എന്താണെന്ന് നോക്കാം. ഒരുപാട് അർത്ഥമുണ്ട് ഇതിനകത്ത് അല്ലേ. ത്വദ്ഗുണരസാ അതിൻ്റെ ഗുണരസം കൊണ്ട്. അതായത് ഈ ലോകത്ത് തുടക്കം മുതലേ മധുരമായി തീരുന്ന ഒന്നേ ഉള്ളൂ. ഈ ലോകത്ത് തുടക്കം മുതലേ മധുരമായി തീരുന്ന ബന്ധം ഒരൊറ്റ ബന്ധമേ ഉള്ളൂ. അങ്ങനെ തുടക്കം മുതൽ മധുരമായി തീരുകയും അവസാന ശ്വാസം വരെയും നിലനിൽക്കുകയും ചെയ്യുന്ന ഏക ബന്ധമെന്ന് പറയുന്നത് ഭഗവാനും ഭക്തനും തമ്മിലുള്ള ബന്ധമാണ്. മറ്റെല്ലാ ബന്ധങ്ങളും ഇടയ്ക്ക് വെച്ച് അതിൻ്റെ തീവ്രത നശിക്കും. അത് ഭാര്യാഭർത്തൃ ബന്ധമാണെങ്കിലും കാമുകി കാമുക ബന്ധമാണെങ്കിലും മക്കളോടുള്ള ബന്ധമാണെങ്കിലും
ആരോടുള്ള ബന്ധമാണെങ്കിലും തുടക്കത്തിലൊക്കെ ഒരു മധുരം വരും, പിന്നെ ആ മധുരം കുറഞ്ഞു 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 വരും. എന്നാൽ തുടക്കം മുതൽ അവസാന ശ്വാസം വരെയും മധുരമായി തോന്നുന്നു എന്ന് മാത്രമല്ല, നാൾക്ക് നാൾ കൂടിക്കൂടി അതിമധുരമായി മാറുന്ന ഒരേ ഒരു ബന്ധമേ ഉള്ളൂ. അത് ഭഗവാനും ഭക്തനും തമ്മിലുള്ള ബന്ധമാകുന്നു. നോക്കൂ, ശ്രീകൃഷ്ണൻ പൂജിക്കുന്നു ഇല്ലേ? ഒരു ദിവസം രുക്മിണി ദേവി നോക്കിയപ്പോൾ കാണാം ശ്രീകൃഷ്ണൻ പൂജാമുറിയിലിരുന്ന് ധ്യാനിക്കുന്നു. അപ്പൊ രുക്മിണി ദേവിക്ക് ഭയങ്കര ജിജ്ഞാസയായി. ഭഗവാൻ ആരെ പൂജിക്കുന്നു? ഈ ലോകം മുഴുവനും ഭഗവാനെ പൂജിക്കുമ്പോൾ ഭഗവാൻ ആരെയാണ് പൂജിക്കുന്നത്? ഭഗവാൻ പൂജാമുറിയിൽ നിന്ന് ഇറങ്ങി വന്നപ്പോൾ രുക്മിണി ദേവി ചോദിച്ചു, അല്ലയോ ഭഗവാനെ, അങ്ങ് ആരെയാണ് അങ്ങ് പൂജിക്കുന്നത്? അപ്പോ വരൂ രുക്മിണി എന്ന് പറഞ്ഞു കൂട്ടിക്കൊണ്ടു പോയിട്ടൊരു പൊതി അഴിച്ചു കാണിച്ചു. അത് നിറയെ മണ്ണാണ്. അപ്പോൾ ചോദിച്ചു, എന്ത്, അങ്ങ് മണ്ണിനെ പൂജിക്കുന്നു? ഇത് വെറും മണ്ണല്ല രുക്മിണി, ഇതെൻ്റെ ഭക്തന്റെ കാൽപ്പാടുകൾ പതിഞ്ഞ മണ്ണാണ്. അവനും ഞാനും തമ്മിൽ ഭേദമില്ല. അവനില്ലെങ്കിൽ ഞാനില്ല, ഞാനില്ലെങ്കിൽ ഭക്തനുമില്ല. അതാണ് ഭഗവാനും ഭക്തനും തമ്മിലുള്ള ബന്ധം. അപ്പൊ ഭക്തന് അത്രയ്ക്ക് പ്രാധാന്യമുണ്ടെന്ന് അറിയുക. ഭഗവാൻ തന്നെ, ഭഗവാനോളം പ്രാധാന്യം ആർക്കുമുണ്ട്? ഭക്തനുമുണ്ട്. അപ്പൊ ഇവിടെ തുടക്കത്തിൽ തന്നെ കവി ഭക്തി കൊണ്ട് നമുക്ക് എന്തൊക്കെ നേടാം എന്നാണ് വിവരിക്കുന്നത്. അപ്പൊ തുടക്കത്തില് മാധുര്യം അനുഭവപ്പെടുന്നു എന്നാണ് കവി പറയുന്നത്. രസങ്ങൾ പലതുണ്ടെങ്കിലും എല്ലാവരും ഒരുപോലെ ഇഷ്ടപ്പെടുന്ന ഒറ്റ രസമേ ഉള്ളൂ, അത് മധുരമാണ്. രസങ്ങൾ അനേകമുണ്ട്, പക്ഷേ സകല മനുഷ്യരും ഒരുപോലെ ഇഷ്ടപ്പെടുന്ന ഒരേ ഒരു മധുരം എന്ന് പറയുന്നത്, ആ ഒരേ ഒരു രസം മധുരമാണ്. ഭഗവാന്റെ രൂപവും ഭഗവാന്റെ കഥകളും എല്ലാം മാധുര്യം നിറഞ്ഞതാണ്. ഭഗവത് ഭക്തി ഉണ്ടാകുന്ന നിമിഷത്തിൽ മനസ്സിലായില്ലേ? കാരണം ഭഗവാന്റെ രൂപം മധുരം നിറഞ്ഞതാണ്, ഭഗവാന്റെ വാക്കു മധുരം നിറഞ്ഞതാണ്. അപ്പം നമുക്ക് ഭഗവാൻ ശ്രീകൃഷ്ണനിൽ ഭക്തി ഉണ്ടാകുന്ന നിമിഷത്തില് നമ്മുടെ വാക്കും മനസ്സും ശരീരവും മധുരമായ ആനന്ദത്തിലങ്ങനെ മുഴുകും. പിടികിട്ടിയല്ലോ? ഭഗവാന്റെ രൂപം മധുരം, ഭഗവാന്റെ വാക്കു മധുരം, ഭഗവാന്റെ പുഞ്ചിരി മധുരം, സകലതും മധുരമാണ്. അതുകൊണ്ട് ഭഗവാനിൽ നമുക്കങ്ങോട്ട് ഭക്തി ഉണ്ടാകും. ആ ഭക്തി ഉണ്ടാകുന്ന നിമിഷം തന്നെ മധുരതരമായ പരമാനന്ദത്തിലേക്ക് നമ്മൾ അങ്ങ് എത്തിച്ചേരും. അങ്ങനല്ലേ ഭഗവാന്റെ മധുരത്തെ മധുരാഷ്ടകത്തിൽ അങ്ങോട്ട് വർണ്ണിക്കുന്നുണ്ടല്ലോ. അടിമുടി മധുരം നിറഞ്ഞതാണ് ഭഗവാൻ. അധരം മധുരം വദനം മധുരം നയനം മധുരം ഹസിതം മധുരം ഹൃദയം മധുരം ഗമനം മധുരം മധുരാധിപതേ അഖിലം മധുരം മധുരാധിപതേ അഖിലം മധുരം. മേരാ കൃഷ്ണ അധരം മധുരം വദനം മധുരം നയനം മധുരം ഹസിതം മധുരം ഹൃദയം മധുരം ഗമനം മധുരം മധുരാധിപതേ അഖിലം മധുരം. ഇനി നമുക്ക് രണ്ടാമത്തെ വരിയിലേക്ക് കിടക്കാം. എന്താണ് രണ്ടാമത്തെ വരി? കിമപ്യാരൂഢ ചേതഖില പരിതാപ പ്രശമനി. ശ്രദ്ധിച്ചു കേട്ടോ. കിമപ്യാരൂഢ പിരിച്ചെഴുതുമ്പം കിം അധികം അഭി അധികം ആരൂഢ അങ്ങനെയാണ് പിരിച്ചെഴുതേണ്ടത്. അപ്പോൾ അതിൻ്റെ അർത്ഥം എന്താ? കുറച്ചുകൂടി ഒന്ന് വളർന്നിരുന്നെങ്കിൽ, അല്ലെങ്കിൽ ഭക്തി കുറച്ചുകൂടി ഒന്ന് ഉറച്ചു കഴിഞ്ഞാൽ ചേതഖില എല്ലാ
പരിതാപ എല്ലാ ദുഃഖങ്ങളും പ്രശമനി ഇല്ലാതാകുന്നതാണ്. ഈ ഭക്തി കുറച്ചും കൂടെ ഉറച്ചു കഴിയുമ്പോൾ ഒരു മനുഷ്യൻ്റെ സകല സങ്കടങ്ങളും ഇല്ലാതാകുന്നതാണ്. അതായത് ഭഗവാനിൽ ഭക്തി ഉറച്ചാൽ നിങ്ങളുടെ സകല സങ്കടങ്ങളും ഇല്ലാതാകും. സൂര്യൻ ഉദിച്ചു കഴിഞ്ഞാൽ പിന്നെ ഇരുട്ടെങ്ങനെയാണ് നിലനിൽക്കുന്നത്? ഇരുട്ട് സൂര്യൻ ഇല്ലാത്തപ്പോഴേ ഇരുട്ട് നിൽക്കൂ. അതേ കണക്ക് ഇനി എന്തിനാണ് പറയുന്നത്? ഒരു കൊച്ചുമുറി എടുക്കുക. ഒരു കൊച്ചുമുറി നിറയെ ഇരുട്ടാണ്. അതിനകത്തൊരു ചെറിയ തിരി കത്തിച്ചു വെച്ച് ഇരുട്ട് ഓടി ഒളിക്കുന്നത് കാണാം. ഇവിടെ മനുഷ്യ മനസ്സ് നിറയെ ഇരുട്ടാണ്. ദുഃഖങ്ങളുടെ ഇരുട്ട്, ബന്ധങ്ങളുടെ ഇരുട്ട്, പല പല ഇരുട്ടുകൾ. ഇവിടെ ഒരു ചെറു തിരിയാകുന്ന ഭഗവാന്റെ കടാക്ഷം അങ്ങോട്ട് വന്നു കഴിഞ്ഞാൽ, ഭക്തിയുടെ ഒരു ചെറിയ തിരി നിങ്ങൾ കൊളുത്തി അങ്ങോട്ട് വെച്ചു കഴിഞ്ഞാൽ ഈ ഇരുട്ടെല്ലാം എന്തു ചെയ്യും? ഓടി ഒളിക്കുന്നത് കാണാം. എന്ന് മാത്രവുമല്ല, അവിടെ പരമാനന്ദം, സർവാനന്ദം അനുഭവിക്കുന്നതും കാണാം. അപ്പൊ കവി പറയുകയാണ്, എവിടെയാണോ ഭക്തി ഉദിക്കുന്നത്, ആ ഭക്തി ഉദിച്ചു കഴിഞ്ഞാൽ ഭഗവാൻ, ഭക്തി സൂര്യനെ പോലെയാണ്, ജ്വലിക്കുന്ന സൂര്യൻ. സൂര്യൻ ഉദിച്ചു കഴിഞ്ഞാൽ പിന്നെ ഇരുട്ടിന് നിൽക്കാൻ പറ്റാത്തതുപോലെ നമ്മുടെ ഉള്ളിൽ ഭക്തി ഉണ്ടായി കഴിഞ്ഞാൽ ആ നിമിഷം നമ്മുടെ സങ്കടങ്ങൾ ഓടി ഒളിക്കും. ഏതുപോലെ? ഇരുട്ട് നിറഞ്ഞ മുറിയിൽ ഒരു ചെറിയ തിരി കത്തിച്ചു വെച്ചാൽ ഇരുട്ട് അപ്രത്യക്ഷമാകുന്നത് പോലെ നിങ്ങളുടെ ഹൃദയത്തിൽ ഭക്തിയാകുന്ന തിരി കത്തിച്ചു വെക്കൂ. അതോടുകൂടി സങ്കടങ്ങൾ തീരുമെന്നാണ് ഭട്ടതിരിപ്പാട് പറയുന്നത്. ഇനി നമുക്ക് മൂന്നാമത്തെ വരിയിലേക്ക് കിടക്കാം. എന്താ പറഞ്ഞിരിക്കുന്നത്? പുനഃശാന്തേ സ്വാന്തേ വിമല പരിബോധോദയമിള. പുനഃശാന്തേ, അങ്ങനെ അവസാനത്തിൽ, സ്വാന്തേ സ്വന്തം മനസ്സിൽ, വിമല പരിശുദ്ധമായ പരിബോധം ജ്ഞാനം ഉദയമിള ഉണ്ടാകുന്നു. അതായത് ഭക്തി വികസിച്ച് അതിൻ്റെ ക്ലൈമാക്സിലേക്ക് കയറുന്ന അവസരത്തിൽ ഭഗവാൻ നിങ്ങളുടെ മനസ്സിലേക്ക് ജ്ഞാനം തരുന്നു. ആ ജ്ഞാനം, അറിവ്, ആ രഹസ്യം നിങ്ങളുടെ ഉള്ളിലേക്ക് പകർന്നു തരുന്നു. എന്താണ് ജ്ഞാനം? എന്താണ് രഹസ്യം? അത് വരുമ്പോൾ എങ്ങനെയാണ് നമ്മുടെ ദുഃഖങ്ങൾ ഇല്ലാതാകുന്നത്? നിങ്ങളുടെ ഏറ്റവും വലിയ ദുഃഖം എന്ന് പറയുന്നത് സമ്പത്തില്ല, അതേ കണക്ക് മക്കൾക്ക് ജോലി കിട്ടുന്നില്ല, പിന്നെ നിങ്ങൾ മരിച്ചു പോകും. ഈ ജ്ഞാനരഹസ്യം എന്ന് പറയുന്നത് നിങ്ങളെന്ന വ്യക്തി ആരാണെന്നും, ഇപ്പം എനിക്കാണ് ജ്ഞാനം കിട്ടുന്നതെങ്കിൽ ഞാൻ കഴിഞ്ഞ ജന്മത്താരായിരുന്നു, അതിൻ്റെ ജന്മത്താരായിരുന്നു, ഇനി അടുത്ത ജന്മം ആരാണ്, അതിൻ്റെ അടുത്ത ജന്മം ആരാണ്, യഥാർത്ഥത്തിൽ ഞാൻ എവിടുന്ന് വന്നിട്ടാണ് ഈ ജന്മം എടുത്തത്, അവിടെക്കുറിച്ചുള്ള വിവരം, അവിടുത്തെ മനോഹാരിത, ഈ പ്രപഞ്ചത്തിൻ്റെ രഹസ്യം, നമ്മൾ വന്ന സ്ഥലത്ത് ദൈവം മാലാഖമാരും നമ്മളെ രണ്ട് കൈയും നീട്ടി സ്വീകരിക്കാനിരിക്കുന്നത്, ഈ പ്രപഞ്ചത്തിലെ സർവ്വഗോളങ്ങളും എന്താണ്, ഇതിനെക്കുറിച്ചുള്ള അറിവാണ് ജ്ഞാനം. അപ്പം നിങ്ങൾക്ക് ഭഗവാൻ ശ്രീകൃഷ്ണനിൽ, ഗുരുവായൂരപ്പനിൽ ഭക്തി ലഭിക്കുമ്പോൾ, അതതിൻ്റെ ക്ലൈമാക്സിലാകുമ്പോൾ നിങ്ങൾക്ക് ഭഗവാൻ ജ്ഞാനം തരും. ആ ജ്ഞാനം തരുന്നതോടുകൂടി പിന്നെ നിങ്ങൾ പരമാനന്ദത്തിലായി മാറും. ഇതായത് യശോദാമ്മയ്ക്ക് ഉണ്ണിക്കണ്ണൻ തൻ്റെ വായ്ക്കകത്ത് 14 ലോകങ്ങളും കാട്ടിക്കൊടുത്തു. അതാണ് ജ്ഞാനം. ആ വായ്ക്കകത്തുണ്ടായിരുന്നു 14 ലോകങ്ങളും. ആ ലോകങ്ങളിലെ സകല ജീവജാലങ്ങളും അടങ്ങിയിരിക്കുന്നു. അതോടുകൂടി യശോദാമ്മയ്ക്ക് ഉണ്ണിക്കണ്ണൻ കാണിച്ചു കൊടുത്തില്ലേ, അതുപോലെ ഭക്തി ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് ഓരോരുത്തർക്കും അത് കിട്ടും. അതോടുകൂടി നിങ്ങളുടെ സങ്കടം ഓടി ഒളിക്കും. ആ പരമമായ ജ്ഞാനം കിട്ടുന്നതിന് വേണ്ടി നമ്മൾ എവിടെ നിന്നാണ് വന്നത്, ഇനി അങ്ങോട്ടേക്ക് എങ്ങനെ തിരിച്ചു പോകാം, അതിനുള്ള അറിവ് ഭഗവാൻ ശ്രീകൃഷ്ണനെ ഭജിച്ച് നിങ്ങൾ നേടൂ. നിങ്ങൾക്കതിന് കഴിയട്ടെ. ഇനി നമുക്ക് അവസാനത്തെ വരി, 4-ാമത്തെ വരി ശ്രദ്ധിച്ചു കേട്ടു.
മഹാനന്ദാദ്വൈതം ദിശതി കിമത പ്രാർത്ഥ്യമപരം. മഹാനന്ദ, മഹത്തായ ആനന്ദം. അദ്വൈതം, രണ്ടല്ല ഒന്നാണ്. ദിശതി, നൽകുന്നതായും. കിമതം, മറ്റെന്തു വേണം. പ്രാർത്ഥ്യമപരം, ഇതിലധികം എന്താണ് നമ്മൾ പ്രാർത്ഥിക്കപ്പെടേണ്ടത്, ഇതിൽ കൂടുതൽ എന്താണ് ചെയ്യേണ്ടതെന്നാണ് നാലാമത്തെ വരി. അതായത് ഭഗവാൻ ശ്രീകൃഷ്ണൻ നമുക്ക് ഭക്തി കൂടുമ്പോൾ ജ്ഞാനം തരും, ഈ പ്രപഞ്ച രഹസ്യം തുറന്നു തരും. അങ്ങനെ തുറന്നു തന്നു കഴിയുമ്പോൾ പരമാനന്ദം എന്താണെന്നറിയുന്നു. അവിടെ വെച്ച് നമുക്കൊരു വലിയ അറിവ് ലഭിക്കും. എന്താണ് പരബ്രഹ്മം എന്ന് പറയുന്നത്? ഞാൻ തന്നെയാണ്. ഞാനും പരബ്രഹ്മവും ഒന്നാണ്. അഹം ബ്രഹ്മോസ്മി, രണ്ടും രണ്ടല്ല. അതായത് ഞാനും ഭഗവാനും രണ്ടാണെന്ന ചിന്തയ്ക്ക് ദ്വൈതം, ഞാനും ഭഗവാനും ഒന്നാണെന്ന ചിന്ത അദ്വൈതം. അദ്വൈതത്തിൻ്റെ ഏറ്റവും വലിയ ഉദാഹരണമാണ് ശബരിമല. ശബരിമലയിൽ അദ്വൈതമാണ്. മല കയറുന്നവരും പരസ്പരം വിളിക്കുന്നത് അയ്യപ്പ അയ്യപ്പ, അങ്ങോട്ട് നീങ്ങുന്നില്ല അയ്യപ്പ, അയ്യപ്പ കയറിപ്പോ അയ്യപ്പ. അയ്യപ്പൻ എന്താണ് ക്ഷീണം? അവിടെ അയ്യപ്പനും യഥാർത്ഥ അയ്യപ്പനും രണ്ടും ഒന്നാണ്, ദ്വൈതഭാവമില്ല. ശബരിമലയിൽ ഇരിക്കുന്ന വിഗ്രഹത്തിൽ കുടികൊള്ളുന്ന അയ്യപ്പനും മല കയറുന്ന ആളും ഒന്നാണ്. അഹം ബ്രഹ്മോസ്മി, ഞാനും ആര് ബ്രഹ്മവും ഒന്നാണ്, ഞങ്ങൾ രണ്ടല്ല. അങ്ങനെ ദ്വൈതഭാവം, രണ്ടെന്ന ഭാവം മാറി ഒന്നെന്ന ഭാവത്തിലേക്ക് കടക്കും. അങ്ങനെ ബ്രഹ്മാനന്ദം നമുക്ക് ലഭിക്കും. ഞാനും ഭഗവാനും, ആലോചിച്ച് നോക്കൂ, നിങ്ങളും ശ്രീകൃഷ്ണ ഭഗവാനും ഒന്നാണെന്ന് അറിഞ്ഞു കഴിയുമ്പോൾ, കൃഷ്ണ ഭഗവാനിൽ നിന്ന് വന്ന ആളാണ് നിങ്ങൾ. സൂര്യനിൽ നിന്ന് സൂര്യകിരണം വരുന്നത് പോലെ കൃഷ്ണനിൽ നിന്ന് വന്ന ഒരു കിരണമാണ് നിങ്ങളെന്നറിയുമ്പോൾ നിങ്ങൾ അനുഭവിക്കുന്ന ഒരാനന്ദം, അതാണ് ബ്രഹ്മാനന്ദം. സത്യം അറിഞ്ഞു കഴിയുമ്പോൾ മനസ്സിലുണ്ടാകുന്ന ആനന്ദത്തെയാണ് ബ്രഹ്മാനന്ദം. അത് കിട്ടണം എന്നാണ് നമ്മൾ പ്രാർത്ഥിക്കുന്നത്. അത് കിട്ടിക്കഴിഞ്ഞാൽ ഇനി അതിനപ്പുറത്തേക്ക് പ്രാർത്ഥിക്കാനൊന്നുമില്ല. അവനെങ്ങനെ ഏതാണ് പരമാനന്ദത്തിൽ മുഴുകും. ലൗകികമായ എല്ലാ കെട്ടുപാടുകളും അവൻ്റെ മുമ്പിൽ തകർന്നു വീഴും. പിന്നെ ഈ ജ്ഞാനം കിട്ടിക്കഴിഞ്ഞാൽ അച്ഛൻ, അമ്മ, സഹോദരൻ, സഹോദരി, ഇതിൻ്റെയൊക്കെ പുറവിന് പോയത് എത്ര കഷ്ടമായി പോയി എന്ന ചിന്തയായിരിക്കും നിങ്ങളെ അലട്ടുന്നത്. പിന്നെ നിങ്ങൾക്ക് കോപമില്ല, ക്ഷമ, ദയ, സർവ്വതിനോടും സ്നേഹം മാത്രം. അതിനാൽ കവി പറയുന്നു, അട്ടിമുട്ടി മധുരമയനായ ഭഗവാനിൽ ഭക്തി ഉറപ്പിക്കൂ. ആ മധുര രൂപം മനസ്സിൽ ഉറപ്പിക്കൂ. ആ രൂപം തന്നെയാണ് ഞാൻ. ഭഗവാന്റെ മധുരമയമായ രൂപം തന്നെയാണ് ഈ ഞാൻ. ഭഗവാന്റെ രൂപം തന്നെയാണ് ഈ രാധേ രാധേ എന്ന ചാനൽ കേട്ടുകൊണ്ടിരിക്കുന്ന ഓരോരുത്തരും എന്ന സത്യം മനസ്സിലാക്കുക. അങ്ങനെ ഞാനും ഭഗവാനും ഒന്നാണ്. ഈ ബ്രഹ്മസത്യം നിങ്ങൾ അറിയുക. അഹം ബ്രഹ്മോസ്മി എന്ന് ഉച്ചത്തിൽ വിളിച്ചു പോവുക. അതിനുവേണ്ടി അട്ടിമുട്ടി മധുരമയമായ ഭഗവാന്റെ രൂപം, ഭഗവാന്റെ അധരം മധുരമാണ്, ചിരി മധുരമാണ്, ഹൃദയം മധുരമാണ്, നയനം മധുരമാണ്. അങ്ങനെ അട്ടിമുട്ടി മധുരമായ മധുരത്തിൽ മുങ്ങി നിൽക്കുന്ന ഭഗവാന്റെ രൂപത്തെ മനസ്സിൽ ധ്യാനിക്കൂ. കുറച്ചു കഴിയുമ്പോൾ നിങ്ങളും ഭഗവാനും ഒന്നാണെന്ന ചിന്തയറിയും. അഹം ബ്രഹ്മോസ്മി എന്ന് ഉച്ചത്തിൽ വിളിച്ചു കൂവിക്കൊണ്ട് ആ മധുരം നിങ്ങൾ അനുഭവിക്കൂ. അധരം മധുരം, വദനം മധുരം, നയനം മധുരം, ഹസിതം മധുരം, ഹൃദയം മധുരം, ഗമനം മധുരം, മധുരാധിപതേ രഖിലം മധുരം. കൃഷ്ണ വചനം മധുരം, ചരിതം മധുരം,
വസനം മധുരം ഫലിതം മധുരം ചലിതം മധുരം ഭ്രമിതം മധുരം മധുരാധിപതേ അഖിലം മധുരം മധുരാധിപതേ അഖിലം മധുരം മധുരാധിപതേ അഖിലം മധുരം രാധേ രാധേ ഓ രാധേ 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 ഓം ശ്രീം ഹ്രീം ക്ലീം ഐം രം രാസേശ്വരി രാധികായേ സ്വാഹ.